കേരളത്തിൽ നടപ്പുള്ള വേഷമല്ല. അതിനാൽ താങ്കൾ ദേശത്തോടുള്ള കൂറും രാജ്യസ്നേഹിയാണ് എന്ന വസ്തുതയും സമാധാനകാംക്ഷിയാണ് എന്ന വസ്തുതയും ബന്ധപ്പെട്ട പോലീസ് ഓഫീസിൽ നിന്ന് സ്ഥിരപ്പെടുത്തിയേ പറ്റൂ എന്ന് പറയത്തക്ക വിധം നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹം അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അന്യവൽക്കരണം മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. ഈ അന്യവൽക്കരണം നമ്മുടെ രാജ്യം അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. രാജ്യത്തിലെ 10-18 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ, അവരോടൊപ്പം ഏതാണ്ട് രാജ്യത്തിലെ 25% വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ രാജ്യത്ത് നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടു പോവുകയും അവരിൽ നിന്ന് ഏറ്റവും ചെറിയ ഒരു ശതമാനം മാത്രം തീവ്രവാദത്തിലേക്ക് വഴുതിപ്പോവുകയും ചെയ്താൽ നമ്മുടെ രാജ്യത്ത് സമാധാനം ആരാണ് സ്ഥാപിക്കുക എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഒരാൾക്കും സമാധാനം സ്ഥാപിക്കുക സാധ്യമല്ല. മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം ഒരിക്കലും പുരോഗതിയിലേക്ക് നീങ്ങുകയില്ല. എന്റെ രാജ്യം എന്നുള്ള ബോധം, ആ ബോധം സൃഷ്ടിക്കുന്ന ജനസേവന വികാരവും ആ ജനസേവന വികാരം സൃഷ്ടിക്കുന്ന ആവേശവുമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ ശക്തിയായി മാറേണ്ടത്. അതിനു പകരം വിഘടനവാദവും അന്യവൽക്കരണവും നമ്മുടെ രാജ്യത്തെ നാശത്തിലേക്ക് മാത്രമേ അടുപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ദേശത്തെ അസ്ഥിരപ്പെടുത്താനും അസമാധാനപ്പെടുത്താനും ആഗ്രഹിക്കുന്ന ശക്തികളും വ്യക്തികളും കക്ഷികളും ജനങ്ങളും യഥാർത്ഥത്തിൽ ഈ സാമുദായിക ധ്രുവീകരണത്തിൽ അനൽപമായ പങ്കുവഹിച്ചു വരുന്നു. നമുക്കെന്താണ് ചെയ്യാനുള്ളത് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമി നൽകുന്ന മറുപടി വർഗീയ ധ്രുവീകരണത്തെ സ്നേഹം കൊണ്ട് മറികടക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിക സമൂഹത്തോട് ജമാഅത്തെ ഇസ്ലാമി എക്കാലവും നടത്തിയിട്ടുള്ള ആഹ്വാനം, നിങ്ങൾ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെ സ്നേഹം കൊണ്ട് മറികടക്കുക എന്നുള്ള ആഹ്വാനമാണ്. അതിനുള്ള ശ്രമങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ തുടക്കം മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യ വിഭജനത്തിന് മുമ്പ് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ അമീറായിരുന്ന സയ്യിദ് അബുല്ലാല മൗദൂദി അവശേഷിക്കുന്ന ഇന്ത്യയിലുള്ള മുസ്ലിം സമൂഹത്തിനും ജമാഅത്തെ ഇസ്ലാമിക്കും നൽകിയ ആഹ്വാനം, നിങ്ങൾ ചരിത്രത്തിൽ ഒരബദ്ധം ചെയ്തു. സാമുദായികമായി സംഘടിക്കുകയും സാമുദായികമായ ഒരു രാഷ്ട്രത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു നിങ്ങൾ ചെയ്ത അബദ്ധം. ആ അബദ്ധം നിങ്ങൾ ഒരിക്കലും ആവർത്തിക്കരുത്. നിങ്ങൾ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കണം. ഇന്ത്യയിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും സ്നേഹിക്കാനും സേവിക്കുവാനും നിങ്ങൾ പഠിക്കണം. വർഗീയ ധ്രുവീകരണത്തിന്റെ എല്ലാ മതിൽക്കെട്ടുകളെയും അതിലംഘിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങളിലേക്ക് പാലം തീർക്കണം എന്നുള്ളതായിരുന്നു അന്നു മുതൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ നൽകപ്പെട്ടിട്ടുള്ള ആഹ്വാനം, അവർ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് നൽകിയിട്ടുള്ള ആഹ്വാനവും. എല്ലാ വിശേഷ ദിവസങ്ങളിലും സംഘടിപ്പിക്കപ്പെടുന്ന സൗഹൃദ സമ്മേളനങ്ങൾ, ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും സന്ദർഭത്തിൽ നടത്തുന്ന സന്ദർശനങ്ങളും സേവനങ്ങളും, ഇതെല്ലാം തന്നെ ജനവിഭാഗങ്ങൾക്കിടയിൽ ഐക്യവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുവാനാണ് ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ നോക്കി ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത്, നേരത്തെ VR കൃഷ്ണയ്യർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒന്നാണ് എന്നുള്ള കാര്യമാണ്. നമ്മൾ ഒന്നാണ് എന്ന് പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അയവിറക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന് യാതൊരു പ്രയാസവുമില്ല. മദീനയിലേക്ക് പ്രവാചകൻ കടന്നു ചെല്ലുമ്പോൾ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അവിടെ.
ജനസംഖ്യയിൽ 4-മത്തെയോ 5-മത്തെയോ സ്ഥാനത്ത് മാത്രമായിരുന്നു മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത്. വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം. എന്നിട്ട് ആ ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് ചേർത്തുകൊണ്ട് നഹ്നു ഉമ്മത്തുൻ വാഹിദ, നമ്മളൊരൊറ്റ സമുദായമാണ് എന്ന് പറയുവാൻ പ്രവാചകന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ നാനാജാതി മതസ്ഥരെയും നോക്കിക്കൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടാണെന്നും ഒന്നാണെന്നും പറയാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു മനപ്രയാസവുമില്ല. അതുകൊണ്ട് നമ്മളെ ഭിന്നിപ്പിക്കാൻ, ഈ രാജ്യനിവാസികളെ ഭിന്നിപ്പിക്കുവാൻ ഒരു കാരണവശാലും നമ്മൾ ആരെയും അനുവദിക്കരുത് എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം. നമ്മുടെ കേരളത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ, കേരളത്തെ നാം സാംസ്കാരിക കേരളം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്, സാക്ഷര കേരളം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്, മതസൗഹാർദ്ദം പൂത്തുലയുന്ന ഒരു സംസ്ഥാനം എന്ന് നമ്മുടെ സംസ്ഥാനത്ത് നാം വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ അങ്ങനെ തന്നെയാണോ കഴിഞ്ഞുപോയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ചെറിയ ഒരു ആത്മപരിശോധന നടത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് ചെയ്തത്? മാധ്യമങ്ങൾ, ഞാൻ പറയുന്നു, വർഗീയ ധ്രുവീകരണത്തിന് അക്കം കൂട്ടുന്ന സ്വഭാവത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു സമൂഹത്തെ മുഴുവൻ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നു എന്നതിനർത്ഥം ആ സമുദായത്തെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുന്നു എന്നും മറുസമുദായത്തെ ഈ സമുദായത്തോടുള്ള ശത്രുത വർദ്ധിപ്പിച്ചുകൊണ്ട് മറുപക്ഷത്ത് നിലയുറപ്പിക്കുന്നു എന്നുമുള്ളതാണ്. ഈ രണ്ട് പ്രവണതയും നമ്മുടെ സംസ്ഥാനത്ത് വരാൻ പാടില്ലാത്തതായിരുന്നു. കരിപ്പൂരിൽ നിന്ന് ധാരാളക്കണക്കിന് കള്ളത്തോക്കുകൾ പിടിച്ചു എന്നതൊരു വാർത്തയാണ്. ഒന്നാമത്തെ പേജിൽ സൂപ്പർ ലീഡായി കൊടുക്കുന്ന വാർത്ത. പക്ഷേ അത് കള്ളത്തോക്കാട് എന്നുള്ളതും ഒരു വാർത്തയാണ്. പക്ഷേ 7-മത്തെ പേജിൽ 8-മത്തെ കോളത്തിൽ അവസാനത്തെ ഭാഗത്ത് 3 സെന്റിമീറ്ററിലുള്ള വാർത്ത. ഈ ക്രൂരമായ അനീതി, ഈ ക്രൂരമായ ധ്രുവീകരണ ശ്രമം മാധ്യമങ്ങളിൽ ചിലതെങ്കിലും സ്വീകരിച്ചു എന്നത് ഞാനിവിടെ പറയാതിരിക്കുന്നത് ബുദ്ധിയായിരിക്കുകയില്ല. നമ്മുടെ അധികൃതർ എന്താണ് ചെയ്തത്? നമ്മുടെ പോലീസ് സേന എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് ശാന്തമായൊന്ന് ആലോചിച്ചു നോക്കൂ. വെറും ആരോപണ വിധേയരായി എന്ന് പോലും പറയാൻ കഴിയാത്ത വ്യക്തിത്വങ്ങളെ, അവരുടെ കുടുംബങ്ങളെയും വീടിനെയും സാഹചര്യത്തെയും അവർ ജീവിക്കുന്ന ഗ്രാമത്തെയും അടക്കം തീവ്രവാദികളായി ചിത്രീകരിച്ച് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു. അവതരിപ്പിക്കുന്നതിൽ നമ്മുടെ പോലീസ് സേന അതിൻ്റെതായ പങ്കുവഹിച്ചു എന്നുള്ളതും നിങ്ങൾക്കറിയാം. പിന്നീട് 40 പേർ പിടിക്കപ്പെട്ടതിൽ 2 പേർ മാത്രമേ തീവ്രവാദികളായി ആരോപിക്കപ്പെടാൻ പോലും സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷേ ജനങ്ങളോട് വിളിച്ചു പറയുന്നതിൽ പോലീസ് വളരെയധികം അമാന്തം കാണിച്ചു. ഏതാനും ആഴ്ചകൾ കേരളം പിടുത്തം വിട്ട ആഴ്ചകളായിരുന്നു. പിന്നീട് നമ്മുടെ ആഭ്യന്തര മന്ത്രിക്ക് ബോധോദയമുണ്ടായി. പോലീസ് സേനയെ വേണ്ടവിധം അദ്ദേഹം ശാസിച്ചെന്നു തോന്നുന്നു. ഇപ്പോൾ സ്ഥിതി കുറച്ചൊന്ന് മെച്ചപ്പെട്ട രൂപത്തിലാണ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് പെരുമാറിയത് എന്നും നമുക്കറിയാം. പരസ്പരം പഴിചാരുവാനാണ് അവർ ശ്രമിച്ചത്. ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ കക്ഷി എന്ന് പറയുന്ന, സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുതൽ രാജ്യത്തിലെ മുസ്ലിങ്ങൾ പിന്താങ്ങിപ്പോയ കക്ഷിയുടെ നേതാക്കളിൽ ചിലർ കോൺഗ്രസിനകത്തും പുറത്തുമുള്ള മുസ്ലിങ്ങളെ കോൺഗ്രസിൽ നിന്ന് അകറ്റിക്കളയണം എന്ന് തീരുമാനിച്ചതുപോലെയാണ് പെരുമാറിയിട്ടുള്ളത്. മുസ്ലിം സമൂഹത്തെയും അവരെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളെയും തീവ്രവാദ പ്രസ്ഥാനങ്ങളായി മുദ്രകുത്തുക വഴി എന്ത് അപകടത്തിലേക്കാണ് രാജ്യത്തെ അവർ നയിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അവർക്ക് തന്നെ മനസ്സിലായില്ല എന്നുള്ളതാണ്. അവർക്കും അല്പം വീണ്ടു വിചാരം ഉണ്ടായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ മഹാസംഗമം ഒരു വീണ്ടു വിചാരണത്തിന്റെ
പ്രേരകമായി തീരട്ടെ എന്ന് ഞാൻ